നിലമ്പൂർ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ ഇനി 13 നാളുകളാണുള്ളത്. നിലമ്പൂർ LDF തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാവുകയും ചെയ്തിട്ടുണ്ട്. നിലമ്പൂരിലെ ഓരോ വോട്ടും കേരളത്തിന്റെ വികസനത്തിനും നിലനിൽപ്പിനും നൽകുമെന്നും അതിനാൽ തന്നെ സ്വരാജ് ജയിക്കേണ്ടത് നിലമ്പൂരുകാരുടെ ആവശ്യമാണെന്നുമാണ് വോട്ടർമാർ സാക്ഷ്യപ്പെടുത്തുന്നതും. നിലമ്പൂരിൽ സ്വരാജിന് പിന്തുണയുമായി സാധാരണ ജനങ്ങൾ മുതൽ രാഷ്ട്രീയ സിനിമാ മേഖലയിലെ പ്രമുഖർ വരെ പ്രചാരണത്തിന് എത്തുന്നതും ശ്രദ്ധേയമായ കാഴ്ചയാണ്. ഇപ്പോഴിതാ LDF സ്ഥാനാർത്ഥി M സ്വരാജിന് വോട്ടഭ്യർത്ഥിച്ച് നാ താൻ കേസുകൊട് എന്ന ആദ്യ സിനിമയിലൂടെ തന്നെ പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ സിനിമാ താരം PP കുഞ്ഞികൃഷ്ണനും നിലമ്പൂരിലെത്തിയിരിക്കുകയാണ്. കാസർഗോഡൻ ശൈലിയിൽ കുഞ്ഞികൃഷ്ണൻ നിലമ്പൂരുകാരനായി മാറുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ജനങ്ങളുടെ ഇടയിൽ M സ്വരാജ് സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടി ഒരു പുതിയ ട്രെൻഡാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് എനിക്കൊരു തോന്നലുണ്ടായിട്ടുള്ളത്. ഈ മണ്ഡലത്തിൽ വന്നപ്പോൾ വല്ലാത്ത ആവേശവും അതുപോലെ തന്നെ സ്ഥാനാർത്ഥിയോടുള്ളൊരു താല്പര്യവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് വോട്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. ബാക്കി എല്ലാ ആളുകളും മറന്നുപോകും. നർമ്മം നിറഞ്ഞ സംസാരത്തിലൂടെ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞാണ് അദ്ദേഹം സ്വരാജിനായി വോട്ട് തേടിയത്. നല്ല ഭൂരിപക്ഷത്തോടെ സ്വരാജ് വിജയിക്കും. സ്വരാജ് സ്ഥാനാർത്ഥിയായതോടെ നിലമ്പൂരിലെ ജനങ്ങൾ വല്ലാത്ത ആവേശത്തിലാണ്. LDF സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളാണ് വോട്ടായി മാറുക. ക്ഷേമ പെൻഷൻ കൈക്കൂലിയല്ല. കുടിശ്ശികയില്ലാതെ പെൻഷൻ കൊടുക്കുന്നത് ജനങ്ങൾ തിരിച്ചറിയും. മറ്റു വിവാദങ്ങളിലൂടെ ജനശ്രദ്ധ തിരിക്കാനാവില്ല. പുതുതലമുറയും മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നവരാണെന്ന് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. എടക്കര പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ കുഞ്ഞികൃഷ്ണൻ പങ്കെടുത്തു. നിലമ്പൂർ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ആവേശ ചൂടിലാണ്. നിലമ്പൂരിലെ ഓരോ സാധാരണ വോട്ടർമാരും സ്വരാജ് വിജയിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നതും.